ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ കൊണ്ടുവരേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 7 ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. ഒരു നല്ല ജീവിതം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ നല്ല രാവിലെകൾ തന്നെയാണ് ഒരു നല്ലൊരു ജീവിതത്തേക്കുള്ള ആദ്യ പടികൾ. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്പർ 1, വേക്കപ്പ് ഏർലി. നമുക്കെല്ലാവർക്കും രാവിലെ നേരത്തെ എഴുതിക്കാൻ മടി തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ നേരത്തെ എഴുതിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം കൂടുതൽ സമയം കൂടി കിട്ടാൻ പോവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നത് രാവിലെ തന്നെയായിരിക്കും. മെൻ്റലിയും ഫിസിക്കലിയും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനീഷ്യലി നമുക്ക് രാവിലെ എഴുതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പിന്നെ അത് ശരിയായിക്കോളും. നമ്പർ 2, ഡ്രിങ്ക് വാട്ടർ. രാവിലെ എഴുതിച്ച ഉടനെ തന്നെ മസ്റ്റായിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. രാത്രി മൊത്തം ഡീഹൈഡ്രേറ്റ് ആയി കിടന്ന് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് രാവിലെ എഴുതിച്ച ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു എനർജിയും എല്ലാം നമുക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ കിട്ടും. നമ്പർ 3, അവോയ്ഡ് ഫോൺ. രാവിലെ ഉറക്കം എണീച്ച ഉടനെ തന്നെ നമ്മളെ മാടി വിളിക്കുന്നത് നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, ഫോൺ കുറച്ച് നേരത്തേക്ക് മാറ്റി അങ്ങ് വെച്ചേക്കണം. രാവിലെ എഴുതിച്ച ഉടനെ നമ്മുടെ ഫോൺ യൂസിങ് പതുക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ഫോൺ യൂസ് ഏർലി മോർണിംഗ് നമ്മൾ ഒഴിവാക്കിയേ പറ്റും. ഇതിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിരിക്കും. പയ്യെ ശ്രമിച്ചാൽ മതി, ആ ഒരു ശീലം നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്പർ 4, ഡു എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്നത് രാവിലെ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് അനങ്ങി സ്ട്രെച്ച് ചെയ്തും എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വലിയ ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെടണമെന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് മതി. വെറുതെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടന്നാലും മതി. ചെറിയ രീതിയിലുള്ള വ്യായാമമാണത്. ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും രാവിലെ വെച്ച് നടക്കുന്നത് നല്ലൊരു ഹാബിറ്റാണ്. നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് രാവിലെ എഴുതിച്ച് നടക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് ഒരു 20-10 മിനിറ്റൊക്കെ മെഡിറ്റേറ്റ് ചെയ്താൽ അത് ഡെയിലി ഒരു ശീലമാക്കി കഴിഞ്ഞാൽ അത് അമേസിങ് പവർഫുൾ റുട്ടീനാണ്. നമ്പർ 5, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ ഫുഡാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, കഴിക്കുമ്പോൾ എന്തെങ്കിലും ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്പർ 6, പ്ലാൻ യുവർ ഡേ. ഒരു എയിമും ഒരു ഗോളും ഇല്ലാതെ നമ്മുടെ ജീവിതം തുടങ്ങിയാൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു ചെറിയ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഡേ പ്ലാനിങ്. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുന്നത് വളരെ. നമ്പർ 7, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സഹായിക്കും. നെഗറ്റീവ് തോട്ട്സ് എല്ലാം രാവിലെ തന്നെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ രാവിലെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.